2023-24 അക്കാഡമിക് ഇയറിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കുള്ള പ്രതിഭ സ്കോളർഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഈ സ്കോളർഷിപ്പ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ 2023-24 അക്കാഡമിക് ഇയറിൽ UG കോഴ്സിനോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾക്കോ ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം. അതിലൊരു ക്രൈറ്റീരിയ പറയുന്നത് 90% മാർക്ക്, അതായത് സയൻസ് സബ്ജക്റ്റുകൾക്കാകെ 90% മാർക്കും അഗ്രിഗേറ്റ് ടോട്ടൽ 90% മാർക്കും ഉണ്ടായിരിക്കണം. എന്നാൽ SC/ST കാൻഡിഡേറ്റിന് അത് 80% മാർക്ക് മതിയാവും. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ ചേർത്തും അതേപോലെ ഓവറോളും 90% ജനറൽ കാറ്റഗറി, അതായത് സാധാരണ എല്ലാവർക്കും ആർക്കൊഴികെ SC/ST ഒഴികെ SC/ST കാൻഡിഡേറ്റുകൾക്ക് 80% മാർക്ക് മതിയാവും. ഇത് അപേക്ഷിക്കുന്ന കുട്ടികൾ ഇപ്പോൾ UG അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് മാത്രം ജോയിൻ ചെയ്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG ചെയ്ത കുട്ടികൾക്കും ഒക്കെ ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് ചെയ്ത കുട്ടികൾക്ക് 3 വർഷത്തിന് ശേഷം PG കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് തുടരും. പക്ഷേ UGയിൽ 75% മാർക്ക് സ്കോർ ചെയ്തിരിക്കണമെന്നുണ്ട്. UG കോഴ്സ് 3 വർഷത്തെ കോഴ്സാണെങ്കിൽ 3 വർഷം കിട്ടും. ഇൻ്റഗ്രേറ്റഡ് PG ആണെങ്കിൽ 5 വർഷവും കിട്ടും. പക്ഷേ ഡിഗ്രി ലെവലിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 75% മാർക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി അത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ kscste.kerala.gov.in ഈ സൈറ്റ് നോക്കുക. ഈ സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇനി അതിന് അപേക്ഷിക്കാനുള്ള സമയം നോക്കുക. ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങി ഫെബ്രുവരി 29-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 29 അതിനു മുമ്പ് അപ്ലൈ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് നോക്കിയാൽ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റേജ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ രജിസ്ട്രേഷനാണ്. ഇതിൽ നിങ്ങൾക്കൊരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം, ഇമെയിൽ ID ഉണ്ടാവണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ഒരു റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് ഡീറ്റെയിൽ കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് സ്റ്റേജ് 1. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് ഒരു ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ മാത്രം അടുത്ത സ്റ്റേജിൽ അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അതായത് കുട്ടികളുടെ ഡേറ്റ ഷീറ്റും, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരി തരുന്ന ഡേറ്റ ഷീറ്റ് ഉണ്ടാവണം. അതേപോലെ മാർക്ക് ഷീറ്റ്, ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ഷീറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തുണ്ടാവണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ SC/ST കുട്ടികളാണെങ്കിൽ, അതേപോലെ പ്ലേസ് ഓഫ് ഒറിജിൻ, കേരള ഒറിജിൻ ആണെന്നുള്ളത്, അതായത് കേരളത്തിൽ ജനിച്ചു എന്നുള്ള പ്ലേസ് ഓഫ് ഒറിജിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ നേറ്റീവ് ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ ഒരു അഫിഡവിറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഒരു അഫിഡവിറ്റ്, അതേപോലെ പേയ്മെൻറ്റ് ഫോമും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള പ്രൊസീജിയറാണ്. ഇനി കിട്ടുന്ന സ്കോളർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ UG കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG ആണെങ്കിൽ ആദ്യത്തെ 3 വർഷം ഫസ്റ്റ് ഇയർ 12,000 രൂപ, സെക്കൻഡ് ഇയർ 18,000 രൂപ, മൂന്നാമത്തെ വർഷം 24,000 രൂപ. ഇൻ്റഗ്രേറ്റഡ് PGയിലേക്ക് PG തുടരുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ, PGയുടെ ഫസ്റ്റ് ഇയർ അഥവാ ഇൻ്റഗ്രേറ്റഡിൻ്റെ 4th ഇയർ 40,000 രൂപയും അവസാന വർഷം 60,000 രൂപയുമാണ് സ്കോളർഷിപ്പ് കിട്ടുക. ഇതിൽ ക്രൈറ്റീരിയ നോക്കുക. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ അപ്ലിക്കൻ ഷുഡ് ബി കേരള ഒറിജിൻ, കേരള നേറ്റീവ് ആയിരിക്കണം, കേരളത്തിൽ ജനിച്ച കുട്ടികളായിരിക്കണം. അതിൽ കമ്മ്യൂണിറ്റി ഏതായാലും പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. കേരളത്തിൽ ഹയർ സെക്കൻഡറി ക്വാളിഫൈ ചെയ്തവരായിരിക്കണം. കേരളത്തിലെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പാസ്സായ കുട്ടികളായിരിക്കണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ മാർക്കിൻ്റെ ഇത് പറഞ്ഞു, 90% മാർക്ക് ഉണ്ടാവണം. SC/ST കാൻഡിഡേറ്റിന് 80% മാർക്ക് മതിയാവും. അതേപോലെ 3 വർഷ BSc കോഴ്സ് അല്ലെങ്കിൽ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് PG ജോയിൻ ചെയ്ത കുട്ടികളുമായിരിക്കണം. അത് ഈ വർഷം ജോയിൻ ചെയ്ത കുട്ടികളായിരിക്കണം. ഏതൊക്കെ കോഴ്സിനാണ് ഇത് അവൈലബിൾ എന്ന് കൂടി പറയാം. ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ സയൻസിലെ ഈ 3 കോഴ്സുകൾ, ഫിസിക്കൽ സയൻസിലെ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന കോഴ്സുകൾ, ലൈഫ് സയൻസിലെ അങ്ങനെ 23ഓളം കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത കുട്ടികൾക്ക്, അതായത് മാത്തമാറ്റിക്സ് തുടങ്ങി ഇങ്ങേറ്റം സുവോളജി വരെയുള്ള ഈ 23 കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. എല്ലാ കോഴ്സിനും പറ്റില്ല, ഈ 23 കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ് ഉള്ളത്.
അപ്പോൾ ഞാൻ ആ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട ബേസിക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു. ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. വാർത്തകൾ അറിയുവാൻ SDS അക്കാഡമിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ അമർത്തുക.